മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. ഇന്ന് നമ്മളെ ആടുജീവിതത്തിന്റെ റിവ്യൂ ആണ്. ശരിക്കും നമ്മൾക്കറിയാത്ത എല്ലാ സ്റ്റോറികളും നമ്മൾക്ക് വെറും കെട്ടുകഥകൾ മാത്രം. അത് വളരെ എന്താ പറയാ, ഈ സിനിമയ്ക്ക് ഭയങ്കരമായിട്ട് ആപ്റ്റ് ആവുന്ന ഒരു ഇതാണ്, ടാഗ് ലൈൻ ആണ് ഈ ഒരു ടാഗ്. സത്യമായിട്ട് നമ്മൾ ഇതുവരെ കേട്ട കഥകൾ നമുക്ക് ശരിക്കും ജീവിച്ചറിയുന്ന ഒരു കഥയിനെക്കാട്ടിയും ജീവിച്ചനുഭവിക്കുന്ന ഒരു കഥ നമുക്ക് ശരിക്കും മനസ്സിലാവും എന്താ അവസ്ഥ ആണ്. പക്ഷെ വേറൊരാളുടെ കഥ നമുക്ക് കേൾക്കുമ്പോൾ ജസ്റ്റ് വെറും ഒരു കെട്ടുകഥ മാത്രമേ നമുക്ക് തോന്നുള്ളൂ. ശരിക്കും അതാണ് നമ്മൾ ഈ ഇന്നത്തെ ബ്ലസ് ചെയ്യുന്ന ഡയറക്ടർ നമുക്ക് ഈ ഒരു സിനിമ ആടുജീവിതം എന്നൊരു സിനിമയിലൂടെ ഇന്ന് നമുക്കിത് കാണിച്ചു തന്നത്. ഭയങ്കര എന്താ പറയാ, ട്രാജിക് ലൈഫ്, ഭയങ്കര ലൈഫ്. അവിടുത്തെ മരുഭൂമിയിലൂടെ നിങ്ങൾ ഒരു 100 കിലോമീറ്റർ വെള്ളം കിട്ടാണ്ട് നടക്കുന്ന കാര്യം ആലോചിച്ച് നോക്ക്. ഇന്ന് ബെസ്റ്റ് നമ്മുടെ കേരളത്തിലെ റോട്ടിൽ കൂടെ തന്നെ 100 കിലോമീറ്റർ വെള്ളം കിട്ടാണ്ട് നടക്കാനാണ് വാർക്കവരൊക്കെ. അപ്പൊ അതൊക്കെയാണ് അതിൽ കാണിക്കുന്നത്. എന്താ പറയാ, ഭയങ്കര ക്രൂരെന്നല്ല, ദയനീയ അവസ്ഥയാണ് ഒരാളുടെ. ഭാഷ അറിയാതെ മരുഭൂമിന്റെ നടുവിൽ പെട്ടു എന്നൊരവസ്ഥ. പടം എന്ന് പറഞ്ഞാൽ ഉഗ്രം പടമാണ്. അതായത് ഒരു ബുക്ക് വായിക്കാത്ത ഒരാൾക്ക് ഈ പടം ഭയങ്കര എന്താ പറയാ, ഇപ്പോ ടെക്നിക്കൽ സൈഡിൽ നിന്നായാലും വിഷ്വൽ സൈഡിൽ നിന്നായാലും സിനിമാറ്റോഗ്രഫി, ഡയറക്ഷൻ എല്ലാം ബ്രില്യന്റ് ആയിരുന്നു. അതിലൊരു സാൻഡ് സ്റ്റോം വരുന്നൊരു സീൻ ഉണ്ട്. അത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിൽ ഇഷ്ടപ്പെട്ട സീന്. ഭയങ്കരമായിട്ട് എന്താ പറയാ, സുനാമി വരുന്ന പോലെ മണൽ പെയ്യുന്നൊരു സാൻഡ് സ്റ്റോം വരുന്നത്, അത് ഭയങ്കര സീനായിരുന്നു. എന്താ പറയാ, വലിയ പണ്ട് നമ്മൾ ഈ സിനിമയിൽ സുനാമി ഇങ്ങനെ പൊന്തി വരുന്ന പോലെയാണ് സാൻഡ് സ്റ്റോം പൊന്തി വരുന്നത്. ആ ഒരു വിഷ്വൽ അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടമായ സാധനം. എന്താ പറയാ, ഞാനിത് നമ്മൾ ഇതുവരെ അങ്ങനെ പല ഇംഗ്ലീഷ് സിനിമയിൽ കാണുന്നുണ്ടാവും, പക്ഷെ മലയാളത്തിൽ ഇങ്ങനത്തെ രീതിയിലുള്ള പടം നമുക്ക് എല്ലാവർക്കും ഒരു എന്താ പറയാ സുപരിചിതമല്ലാത്ത രീതിയാണ് ഇന്ന് നമ്മളെ ആടുജീവിതം. ആൻഡ് എന്താ പറയാ, പിന്നെ ഞാൻ പറഞ്ഞ ബുക്ക് വായിക്കാത്ത ഒരാൾക്ക് അടിപൊളിയായിരുന്നു. പക്ഷെ എന്റെ അച്ഛൻ ബുക്ക് വായിച്ചാണ്. അച്ഛന് പടം ഓക്കെ എന്ന് തോന്നിയിട്ടുള്ളൂ. ഇപ്പൊ ഒരു മിക്സഡ് റിവ്യൂ പോലെയാണ് വരുന്നത്. അതായത് ബുക്ക് വായിച്ചവർക്ക് ഇത് ഓരോ ഓക്കെയും, ബുക്ക് വായിക്കാത്തവർക്ക് ഗംഭീര പടം എന്നാണ് നമുക്ക് എല്ലാവർക്കും തോന്നിയത്. അങ്ങനെയാണ്. അതായത് അതിൽ നമ്മൾ ശരിക്കും ആടുജീവിതം എന്നുള്ള പേര് പറയുമ്പോൾ അയാൾ ആടിന്റെ കൂടെ ഇങ്ങനെ പണിയെടുത്ത് അവസാനം ആടിന്റെ സ്വഭാവത്തിലേക്ക് മാറി. അതായത് മരുഭൂമിയിലെ കുറെ കാഴ്ചകളാണ് ഈ ബുക്കിൽ പറഞ്ഞത്. അപ്പൊ അതൊക്കെ അവർ കട്ട് ചെയ്തു. പിന്നെന്താ പറയാ, സിനിമ ആകുമ്പോ എന്താ പറയാ, മസാലയും പൊടിയും എല്ലാം വേണമല്ലോ എന്നുള്ള ഇതില് എന്താ പറയാ, അമലാപ്പോളായിട്ടുള്ള റൊമാൻസ് ശരിക്കും അങ്ങനെയൊന്നും അവരുടെ അവിടെ ഇതിലില്ലാന്ന്, കഥ ബുക്കിൽ അങ്ങനെ ഇല്ലാന്നാണ്. അവര് കഥ ആസ്വദിക്കുന്ന ആൾക്കാർക്ക് ഈ ബുക്കിനെ പ്രണയിച്ച ആ ഒരു എന്താ പറയാ, നോവലിനെ അത്രയും ആരാധിച്ച ആൾക്കാർക്ക് ആ ഒരു റൊമാൻസ് ഒന്നും അധികം ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. ഇഷ്ടപ്പെടുന്നില്ല, ഉണ്ടാവില്ല മിക്കവാറും. ബട്ട് ഓവറോൾ സിനിമ ബ്രില്യൻ സിനിമ, മസ്റ്റ് വാച്ച് ആണ്. അങ്ങനത്തെ സീനൊന്നും ആഡ് ചെയ്യണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഒരു റൊമാൻസിന്റെ ഭാഗത്തിൽ ചെറിയൊരു വേണ്ടാന്ന് തോന്നിപ്പോയവരുണ്ടാവും, ഓക്കെ ആവുന്നവരുണ്ടാവും. ഒരു സിനിമ ആകുമ്പോൾ അതൊക്കെ വേണമല്ലോ എന്നുള്ളതിൽ ഓക്കെ. പിന്നെ നമുക്ക് എന്താ പറയുക, ഒരു സിനിമയിൽ ഒരു നടന് എത്രത്തോളം അതിന്റെ അറ്റത്തേക്ക്, അതായത് അയാളുടെ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ അയാളെ കൊണ്ട് ഇനി പറ്റൂല എന്നുള്ള നിലയിലേക്കും നമ്മളെ സിനിമകളിൽ അഭിനയിക്കാമെന്ന് നമുക്ക് മനസ്സിലാക്കി തന്നൊരു സിനിമയാണ് ഈ ആടുജീവിതം. അപ്പൊ ഒരു സിനിമയില് ഒരു എന്താ പറയാ, ഒരു നായകനെ നമ്മളിപ്പോ ഇമോഷണലി ആണെങ്കിലും നമ്മൾ അത്ര ഒരു എക്സ്ട്രീം ലെവലിലേക്ക് നമ്മൾ എത്തിക്കാൻ പറ്റുന്ന നമുക്ക് ഈ ആടുജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലായിട്ട്. ആൻഡ് യു ഓൾ ഗൈസ് മസ്റ്റ് വാച്ച്. ഈ സിനിമ എന്തായാലും കാണണം. ഒരു എന്താ പറയുക, ഇതുവരെ കാണാതെ ഇപ്പൊ ബ്രഹ്മയുഗം ഹിറ്റായത് ആ ഒരു കഥ കൊണ്ടോ അല്ല, ഒരു മേക്കിംഗ് കൊണ്ടും അതിന്റെ ഒരു എന്താ പറയാ പെർഫെക്ഷൻ, അത്രയും എന്താ പറയാ അവരെടുത്ത എഫേർട്ട്, അതുകൊണ്ടൊക്കെയാണ്. അതുപോലെ തന്നെ ആടുജീവിതം അവരെടുത്ത ഒരു എഫേർട്ട്, 10 വർഷത്തെ എഫേർട്ട്, 16 വർഷത്തെ എഫേർട്ട് അവരെടുത്തു. അതിലുള്ള സിനിമ ഉണ്ട്. അപ്പൊ എല്ലാവരും പോയി കാണുക. ആൻഡ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ, ബൈ ബൈ.